ഓം ശാന്തി. സ്വയം ഭഗവാൻ പൂന്തോട്ടക്കാരനായി എന്നെ മുള്ളിൽ നിന്ന് പൂവാക്കി മാറ്റുന്നതിന് അമൃതവേളയിലെ ഈ ദിവ്യമുഹൂർത്തം ബാബ എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന സമയമാണ്. ഞാൻ എത്ര പദമാപദം ഭാഗ്യശാലി ആത്മാവാണ്. ഭഗവാൻ അച്ഛനായി ജന്മം തന്നു. ബാബ തന്നെയാണ് എൻ്റെ അധ്യാപകനും. ഭഗവാൻ തന്നെ വരദാനങ്ങളിലൂടെ സദ്ഗുരുവായി പരിപാലിക്കുകയാണ്, സദ്ഗതിയിലേക്ക് വഴി കാണിച്ചു തരികയാണ്. ഭഗവാന്റെ പൂന്തോട്ടത്തിലെ ആത്മീയ റോസാ പുഷ്പമാണ് ഞാൻ. ബാബയാണ് ഈ പൂന്തോട്ടത്തിൻ്റെ ഉടമസ്ഥനും ഉദ്യാന പരിപാലകനും ബാബ തന്നെ. എത്ര സൗഭാഗ്യശാലിയാണ് ഞാൻ. ശിവബാബ ഉദ്യാനത്തിൻ്റെ ഉടമസ്ഥൻ, ബ്രഹ്മബാബയാകുന്ന ഉദ്യാന പരിപാലകൻ, യജ്ഞമാതാവാകുന്ന പരിപാലക, ബാബയ്ക്ക് സമാനമായ ദാദിമാർ, ദാദാമാർ, എത്ര വിശിഷ്ടരത്നങ്ങളിലൂടെ, എത്ര നിമിത്താത്മാക്കളിലൂടെയാണ് ഭഗവാൻ എന്നെ പരിപാലിക്കുന്നത്, മുള്ളിൽ നിന്ന് പുഷ്പമാക്കി മാറ്റുന്നത്.
കലിയുഗത്തിലെ മുൾക്കാട്ടിൽ നിന്ന് ബാബ എന്നെ പെറുക്കിയെടുത്ത് സംഗമയുഗത്തിലെ പൂച്ചട്ടിയിൽ വച്ച് വളർത്തുകയാണ്. സംഗമയുഗി പൂച്ചട്ടിയിൽ നിന്ന് പുഷ്പമായി മാറിയാൽ സത്യുഗി പൂന്തോട്ടത്തിലേക്ക്, അള്ളാഹുവിൻ്റെ പൂന്തോട്ടത്തിലേക്ക്, ദൈവിക ലോകത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് എന്നെ പറിച്ചു നടും. സംഗമയുഗി പൂച്ചട്ടിയിൽ എത്ര പരിപാലനയാണ് ബാബ അമൃതവേള മുതൽ നൽകുന്നത്. അമൃതവേളയിലെ യോഗം, പ്രഭാതത്തിലെ മുരളി, ട്രാഫിക് കൺട്രോളുകളിലെ നിയന്ത്രണമുള്ള ജീവിതം, ശുദ്ധാന്നം, ബ്രഹ്മചര്യം, ബ്രഹ്മാചാരിയാക്കി ബ്രഹ്മബാബയെ അനുകരിക്കുന്ന തരത്തിൽ അഷ്ടശുദ്ധികളോടെ, അഷ്ടശക്തികളോടെ ശ്രീമതത്തിൻ്റെ ഈ വേലിക്കുള്ളിലാണ് ബാബ എന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. മുള്ളിൽ നിന്ന് ബാബ എന്നെ പുഷ്പമാക്കി മാറ്റുന്ന വിശേഷ മുഹൂർത്തമാണ് ഈ ബ്രഹ്മമുഹൂർത്തം. ബാബ മടിയിലിരുത്തി പരിപാലിക്കുകയാണ്. ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളാൽ ജ്ഞാനത്തിൻ്റെ ലൈറ്റിനാൽ ബാബ എനിക്ക് കാണിച്ചു തരികയാണ് എന്നിൽ എന്തെല്ലാം മുള്ള പോലെയുള്ള സ്വഭാവങ്ങളുണ്ട്. സർവശക്തിവാൻ ശക്തികളും പ്രദാനം ചെയ്യുകയാണ് മുള്ളിൽ നിന്ന് പുഷ്പമാകാൻ. ജ്യോതിർബിന്ദു സ്വരൂപമായ പരമപ്രകാശം ചൊരിയുന്ന പരമകാരുണികനായ കരുണാമയനായ ദയയുടെ സാഗരമായ ഭഗവാൻ നൽകുന്ന പരമപ്രകാശ കിരണങ്ങൾ
ആ തേജസ്, ഈശ്വരീയ ചൈതന്യം ആത്മാവിൽ നിറഞ്ഞ് 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 സൂര്യ തേജസ് പോലെ സർവശക്തിവാന്റെ ശക്തികിരണങ്ങൾ ആത്മാവാകുന്ന ബിന്ദുവിനുള്ളിൽ ജ്വലനശേഷിയുണ്ടാക്കുകയാണ്. എല്ലാ മുള്ളു പോലെയുള്ള സ്വഭാവങ്ങളും കത്തുന്ന തരത്തിൽ യോഗാഗ്നിയിൽ പാപങ്ങളും ഭസ്മമാകുകയാണ്. പാപക്കറയില്ലാതാകുന്നതിനനുസരിച്ച് എനിക്ക് വളരെ വളരെ ഭാരരഹിതമായ അനുഭവമുണ്ടാകുന്നു. ബാബയ്ക്ക് മുന്നിൽ എന്നിലെ ചെറുതും വലുതുമായ എല്ലാ മുള്ളുപോലെയുള്ള സ്വഭാവങ്ങളെയും തിരിച്ചറിഞ്ഞ് ബാബയോട് ഞാൻ തുറന്ന് പറഞ്ഞ് എല്ലാ മുള്ളു സ്വഭാവങ്ങളെയും ബാബയുടെ ഓർമ്മയുടെ അഗ്നിയിൽ ഭസ്മീകരിക്കുകയാണ്, പരിവർത്തനപ്പെടുത്തുകയാണ്. ബാബയാകുന്ന സർവഗുണങ്ങളുടെ കടലിൽ മുങ്ങി ആത്മാവിന് വെള്ളം കിട്ടുകയാണ്. കടൽ സമാനം ജലം. വാടിത്തളർന്നു പോയ എനിക്ക്, കത്തിച്ചാമ്പലായിപ്പോയ എനിക്ക് ബാബ കടല് പോലെ വെള്ളം തരികയാണ്. ജ്ഞാനജലത്താൽ വിവേകം കിട്ടുന്നു. സ്നേഹത്താൽ സ്വാർത്ഥതയും മോഹവും വെറുപ്പുമെല്ലാം മാറുകയാണ്. പവിത്രതയുടെ കടലിൽ മുങ്ങി കുളിച്ച് പരിശുദ്ധി, പവിത്രതയുടെ ശക്തി നിറയുകയാണ്.
സത്യതയും ശുദ്ധിയും എന്നെ നിരഹങ്കാരിയാക്കി മാറ്റുകയാണ്. സർവദിവ്യ ഗുണങ്ങളും പൂവിടരുന്നത് പോലെ ആത്മാവിൽ നിന്ന് ഓരോ ഇതളുകൾ പോലെ ദളങ്ങളായി വിടർന്ന റോസാപുഷ്പം പോലെ ദിവ്യ ഗുണധാരിയാകുകയാണ് ഞാൻ. സദോഗുണി പുഷ്പം. ഗുണങ്ങളുടെ സുഗന്ധം പരത്തുന്ന ആത്മീയ റോസാപുഷ്പമാണ് ഞാൻ. भगवान की बगिया के फूल है हम सारे बच्चे, दिव्य गुणों से महकाते हैं, प्रेम से हम मुस्काते हैं, पास हमारे जो आता है शिव संग में खो जाता है। भगवान की बगिया के फूल है हम सारे बच्चे। हमारी हर बात निराली भगवान को लगती है प्यारी, रूहानी प्यार देना धर्म हमारा, कल्याण करना कर्म हमारा, सारे जहां पे उनका ही साया, सारे जहां पे उनका ही साया, कर्मों की भिक्षा हमने पाया। भगवान की बगिया के फूल है हम सारे बच्चे। संसार को स्वर्ग बनाना धर्म हमारा बनता है, भटके हुओं को राह दिखाना काम ये सबसे अच्छा है, सत्य प्रेम एकता से रहना, सत्य प्रेम एकता से रहना हमने प्रभु से ये सीखा है। भगवान की बगिया के फूल है हम सारे बच्चे, दिव्य गुणों से महकाते हैं, प्रेम से हम मुस्काते हैं, पास हमारे जो आता है शिव
ഉദ്യാന ഉടമസ്ഥനായ ശിവബാബ ഉദ്യാന പരിപാലകനായ ബ്രഹ്മബാബയുടെ അടുത്തേക്ക് ബാബയുടെ ദൃഷ്ടി വാങ്ങാൻ സൂചന നൽകുകയാണ്. മുള്ളിൽ നിന്ന് പുഷ്പമായി മാറിയ എനിക്ക് സദാ വിടർന്ന പുഷ്പമായിരിക്കാൻ, സുഗന്ധ പുഷ്പമായിരിക്കാൻ ബാപ്ദാദ ദൃഷ്ടിയിലൂടെ സുഗന്ധം നിറച്ചു തരികയാണ്, സകാശ് നൽകുകയാണ്. സൂക്ഷ്മ ശക്തിയുടെ കറണ്ട് നൽകുകയാണ്. ബാബയ്ക്ക് സമാന സുഗന്ധ പുഷ്പമായി. ബാബ പുഷ്പങ്ങളുടെ രാജാവാണ്. കിങ് ഫ്ലവർ ബ്രഹ്മബാബ. പൂക്കളുടെ റാണി മമ്മ ക്യൂൻ ഫ്ലവർ. രണ്ടുപേരുടെയും ദൃഷ്ടി കിട്ടുകയാണ് എനിക്ക്. ബാപ് സമാൻ ഭവ വരദാനവുമായി ബാബ എന്നെ സേവനത്തിന് അയച്ചിരിക്കുകയാണ്. ഈശ്വരീയ പൂന്തോട്ടത്തിലെ പുഷ്പമായിരുന്നുകൊണ്ട് ആത്മീയ സുഗന്ധം പരത്തുന്ന ആത്മീയ റോസാ പുഷ്പമായി സേവനം ചെയ്യാൻ ബാബ ഒപ്പം വാണിംഗ്യം നൽകുകയാണ്. കുഞ്ഞേ, റോസാച്ചെടി വളരുന്നത് ദുർഗന്ധമുള്ള വളത്തിൽ നിന്നാണ്. പക്ഷേ വളത്തിൻ്റെ ദുർഗന്ധം റോസിനില്ല. റോസിൽ നിന്ന് സുഗന്ധമാണ് വരുന്നത്. ദുർഗന്ധത്തെ സുഗന്ധമാക്കി റോസാപ്പൂ മാറ്റി. മുള്ളുകൾക്കിടയിലാണ് പുഷ്പം നിൽക്കുന്നത്. എനിക്ക് ചുറ്റുമുള്ളാണല്ലോ പറഞ്ഞ് കരയുന്നതുമില്ല. റോസ് തൻ്റെ നിറവും ഭംഗിയും സുഗന്ധവും കൊണ്ട് സർവരെയും ആകർഷിക്കുകയും സർവർക്കും ഉപകാരപ്രദമായ ഷോക്കേസിലെ ഷോ പീസാണ്. അതുപോലെ എൻ്റെ കുട്ടിയും ഏത് ദുർഗന്ധമുള്ള സാഹചര്യങ്ങളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നാലും എവിടുന്നെല്ലാം എന്തെല്ലാം മുള്ളുകൾ നാല് വശത്തുനിന്നും കുരമ്പുകൾ പോലെ വന്നാലും ബാബയുടെ പൂന്തോട്ടത്തിലെ പുഷ്പമാണ്.
ഭഗവാനാണ് എൻ്റെ ഉദ്യാന ഉടമസ്ഥൻ, ഉദ്യാന പരിപാലകൻ. ബാബയുടെ ആത്മീയ റോസാണ് ഞാൻ. വെയിലേറ്റ് പാടില്ല, മുള്ളുകുത്തി ആർക്കും എന്നെ വേദനിപ്പിക്കാനും കഴിയില്ല. ഏത് ദുർഗന്ധത്തെയും സുഗന്ധത്തിലേക്ക് പരിവർത്തനപ്പെടുത്താനുള്ള മുരളീനാദമാകുന്ന അത്ഭുതകരമായ മിഷനറിയും ബാബ തന്നിട്ടുണ്ട്. ബാബ നൽകിയ ജ്ഞാനയോഗത്തിൻ്റെ ബലത്തിലൂടെ ഞാൻ സദാ വിടർന്ന റോസാ പുഷ്പമായി തന്നെ കർമ്മമണ്ഡലത്തിലെ എൻ്റെ കാര്യവ്യവഹാരങ്ങളെല്ലാം ചെയ്യും. വിടർന്ന റോസായി തന്നെ, വാടുകയില്ല. സുഗന്ധത്തോടെ തന്നെ പാട്ടഭിനയിക്കും, ആത്മീയ സുഗന്ധത്തോടെ.
ദിവസം മുഴുവനും ഈ വ്രതം അനുഷ്ഠിക്കാം. ഞാൻ ഭഗവാന്റെ പൂന്തോട്ടത്തിലെ സുഗന്ധമുള്ള ആത്മീയ റോസാപുഷ്പമാണ്. ബാബ എന്നെ മുള്ളിൽ നിന്ന് പൂവാക്കി മാറ്റുകയാണ്. പുഷ്പം പോലെയുള്ള വാക്കുകളും പ്രവൃത്തികളുമേ എന്നിൽ നിന്ന് വരികയുള്ളൂ. ഓം ശാന്തി.